ഞാനൊരു റാപ്പിഡ് ഫയർ പോലെ 1 to 10 നമ്പേഴ്സ് ചോദിച്ചാൽ ഒറ്റ സെന്റൻസിൽ അവരുടെ പ്രത്യേകത പറയണം. 1 ലീഡർഷിപ്പ് ആൻഡ് കോൺഫിഡൻസ്, 2 ഹാർമണി ആൻഡ് പീസ്, 3 ക്രിയേറ്റിവിറ്റി ഫൺ, 4 ദ ബിൽഡർ, നേരത്തെ പറഞ്ഞ ബിൽഡർ, 5 ദ ഫ്രീഡം ലവർ. ഫ്രീഡം ലവർ ആണല്ലേ. അതെ അതെ. 6 കെയർ ഗിവർ, 7 ദ തിങ്കർ, ട്രൂത്ത് സീക്കർ. ഓവർ തിങ്കർ എന്ന് നേരത്തെ പറഞ്ഞത്. തിങ്കർ ആണ്, ട്രൂത്ത് സീക്കർ ആണ്. 8 പവർ പ്ലെയർ, 9 ദ ഹ്യൂമാനിറ്റേറിയൻ. 10 ഇല്ലല്ലോ, 1 അല്ലേ. ഓക്കെ. ഇപ്പോൾ അത്ലറ്റ്സും ഈ നമ്പേഴ്സ് ചൂസ് ചെയ്യാറുണ്ട് അവരുടെ ജേഴ്സിയിൽ. ഇപ്പോൾ CR7, ക്രിസ്ത്യാനോക്ക് 7, പിന്നെ മെസ്സിക്ക് 10, പിന്നെ സച്ചിൻ, ധോണി, അവർക്കും ഈ 7, 10 ഇതിന് എന്താണ് പ്രത്യേകത വല്ലതുണ്ടോ? 10 എന്ന നമ്പർ ഓൾറെഡി സൺ ആയതുകൊണ്ട് അതിന് ഒരു എന്താ പറയുക, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അതിന് ഓൾറെഡി ഉണ്ട്. സൺ ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് പ്ലെയറിനെ സംബന്ധിച്ച് ഏറ്റവും അധികം വേണ്ടത് എന്താണ്? കോൺഫിഡൻസ് ആണ് വേണ്ടത് അല്ലേ. അത് പ്രത്യേകിച്ച് ആ പറയുന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിലോ ഫുട്ബോൾ ഗ്രൗണ്ടിലോ അവർക്ക് തീർത്തും കോൺഫിഡൻ്റ് ആയിട്ട് കളിക്കാൻ കഴിയണം. അപ്പം അതുകൊണ്ട് 10 എന്നുള്ള നമ്പർ തീർച്ചയായിട്ടും ഒരു കോൺഫിഡൻസിൻ്റെ നമ്പറാണ്. അതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റോളിംഗ് പ്ലാനറ്റ് സൺ ആയതുകൊണ്ട് അതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ 10 അതിൻ്റെതായ അഡ്വാൻറ്റേജസ് അവർക്ക് കൊടുക്കും. ഓക്കെ. അപ്പം നമ്മൾ ആ ഒരു നമ്പർ ചൂസ് ചെയ്യുകയാണെങ്കിൽ, അതേ ജേഴ്സി നമ്പർ നമ്മൾ സാധാരണക്കാർ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാവുമോ? അല്ല, അതിനെ സംബന്ധിച്ച് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു ജേഴ്സി അണിഞ്ഞ് കളത്തിലിറങ്ങുന്നു, ശരിയാണ്, തീർച്ചയായിട്ടും ആ നമ്പറിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കളിയിൽ പ്രതിഫലിക്കും. അല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ട് മാറുകയും ഡീഗോ മറഡോണ ആയിട്ട് മാറാനൊന്നും സാധിക്കില്ല. പക്ഷേ തീർച്ചയായിട്ടും ചില നമ്പേഴ്സ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ 8 എന്ന നമ്പർ അത്ര ഒരു ആശാസ്യമായിട്ടുള്ളൊരു നമ്പറല്ല. കാരണം ചടുലത ആവശ്യമുള്ള ഒരു കളിയാണ് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും. അതെന്ന് പറഞ്ഞിട്ട് 8 ഒരു ഡിലേയുടെ നമ്പറാണ്. അപ്പം നമ്മളതെടുത്ത് അണിയാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. നേരെ മറിച്ച് തീർച്ചയായിട്ടും ഇപ്പോൾ 7 എന്ന് പറയുന്ന സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു നമ്പറായിട്ട് തന്നെ ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻറ്റ്യൂഷൻ പവറുള്ള നമ്പറാണ് 2 and 7. ഒരുപാട് ഇൻറ്റ്യൂഷൻ പവറുള്ള നമ്പേഴ്സാണ് 2 and 7 എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഈ 10 എന്ന് പറയുന്നത് ആ കളിക്കളത്തിൽ തിളങ്ങി നിൽക്കാൻ സാധ്യതയുള്ളൂ. കാരണം സണ്ണല്ലേ, അപ്പോൾ അവിടെ ഷൈൻ ചെയ്ത് നിൽക്കാൻ സാധ്യതയുള്ള ഒരു നമ്പർ തന്നെയാണ് 10. അതുകൊണ്ട് തന്നെയാണ് 10 എന്ന നമ്പർ. കാരണം ഈ ന്യൂമറോളജി, കാൽഡിയൻ സ്റ്റൈൽ ഓഫ് ന്യൂമറോളജി ഒക്കെ വെസ്റ്റേൺ കൺട്രീസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടുത്തെ പ്ലെയേഴ്സ് അവരുടെ ജേഴ്സിയിൽ 10 എന്ന നമ്പർ പ്രിഫർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അമേരിക്ക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ട്രംപിന് ഓർമ്മ വന്നു. ട്രംപിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കിയിട്ടുണ്ടോ? നോക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു 14th ജൂൺ ആണെന്ന് എൻ്റെ ഓർമ്മ. അപ്പം ജൂൺ എന്ന മാസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അത് നമ്മൾ നമ്പർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 6 ആണ്. ആ 6 റെപ്രസെൻറ്റ്സ് ശുക്രൻ, അതെന്ന് പറഞ്ഞിട്ട് വീനസ് ആണ്. അപ്പോൾ വീനസിൻ്റെ ഒരു ഷൈനിങ്ങും ഒരു എനർജിയും, അതേപോലെ തീർച്ചയായിട്ടും വീനസ് ഇറ്റ് ഈസ് ദ പ്ലാനറ്റ് ഓഫ് അബൻഡൻസ്. അപ്പം അതെല്ലാം അദ്ദേഹത്തിന് ധനത്തിനൊന്നും ഒരിക്കലും കുറവ് വരില്ല. നമുക്കറിയാം ട്രംപ് ഒരു ബിസിനസ് മാൻ കൂടെയാണെന്നുള്ളത് പറയപ്പെടുന്നു. അതേസമയം 14th ജൂൺ എന്ന നമ്പറാണ് ഞാൻ പറഞ്ഞത്. ഈ 5, 4 + 1 5 ആണത്. 5 എന്ന് പറയുമ്പോൾ വൈൽഡ് ആൻഡ് അഗ്രസീവ് ആണ്. ട്രംപ് നമുക്ക് നിസ്സംശയം പറയാം അല്ലേ, വൈൽഡ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അതേസമയം ഒരുപാട് എപ്പോഴും അഡ്വഞ്ചറസ് ആയിരിക്കും അവർ. ചേഞ്ച് ആൻഡ് എക്സൈറ്റ്മെൻറ്റ്, ഫ്രീഡം ലവറാണ്. അപ്പോൾ ഇതൊക്കെയാണ് 5നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഒരു സ്പെഷ്യാലിറ്റി കൂടെയുണ്ട്. ആ 14th ജൂൺ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആ സമയത്ത് അതൊരു ലൂണാർ എക്ലിപ്സ് കൂടിയായിരുന്നു. അതെ. അപ്പം ഈ ലൂണാർ എക്ലിപ്സിൽ ജനിച്ച പല ലീഡേഴ്സും പിന്നീട് ഓട്ടോക്രാറ്റിക് ആയിട്ട് മാറാനും, അല്ലെങ്കിൽ അവരെ ഒരു വേൾഡ് വൈഡ് ഇമ്പാക്റ്റ്, അത് ബാഡ് ആയിക്കോട്ടെ ഗുഡ് ആയിക്കോട്ടെ, ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും അതാണ് ലൂണാർ എക്ലിപ്സിനെ കൂടി ഞാനത് പറയുന്നത്. നമ്മുടെ ജ്യോതിഷത്തിലും പറയാറുണ്ട് ഈ അമാവാസി നാളില് ജനിച്ചവര് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. അപ്പൊ അതിന്റെ കൂടി നമ്പറും കൂടെ ആയിട്ടുണ്ടെങ്കിൽ ട്രംപായി മാറും. അതെ അതെ അതെ. അത് വൈൽഡ് ആൻഡ് 5 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ ഭയങ്കര വൈൽഡ് ആൻഡ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. കെയർലെസ് ആയിട്ടുള്ള നമ്പറാണ്. അവരുടെ ഒരു ക്വാളിറ്റിയാണ് കെയർലെസ്. വൈൽഡ് അഗ്രസീവ് കെയർലെസ് ആയിരിക്കും അവർ. അതേസമയം വേഴ്സറ്റൈൽ, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉഗ്രനായിരിക്കും. അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേഴ്സറ്റൈൽ ആയിരിക്കും അവർ. പിന്നെ സ്പീഡ്,
ഇതൊക്കെ അവരുടെ സ്പെഷ്യാലിറ്റീസ് ആണ്, അവരുടെ പ്ലസ്സുകളാണ്. ഓരോ നമ്പറിനും അതിൻ്റെതായ പ്ലസ്സും മൈനസും ഉണ്ട്. പക്ഷേ ഈ ലൂണാർ എക്ലിപ്സിൻ്റെ കാര്യം ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അത് മുന്നേയും എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ ഇപ്പം നമ്മൾ എന്താ പറയുക അത്ര സുഖമല്ലാതെ ഓർമ്മിക്കുന്ന ചില വേൾഡ് ലീഡേഴ്സ് ഒക്കെ ഈ പറയുന്ന ലൂണാർ എക്ലിപ്സിൽ ജനിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ജലുവിൻ്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് ജലു അവരുടെ ഫ്യൂച്ചറിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളായിട്ടായിരിക്കുമല്ലോ അവർ വരുന്നത്, അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. പിന്നീട് ആ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ പറഞ്ഞു കൊടുത്തത് തെറ്റായി എന്ന് പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരുപാട് പ്രഡിക്ഷൻസിലേക്ക് മുതിരാറില്ല. ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് അവരെ കേൾക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ജീവിതത്തിൽ മനസ്സിലാവാതെ പോയിട്ടുള്ള ചില ഇവൻറ്റുകളും സന്ദർഭങ്ങളും ഒക്കെ കൂടുതലും ഷോക്കിംഗ് ആയിട്ടുള്ള ഇവൻറ്റ്സ് ഒക്കെ ആയിരിക്കും, അതിലൂടെയൊക്കെ അവർ കടന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ ഇത് അറിയാതെ തന്നെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അത് അവർ പോലും അറിയുന്നില്ല. പക്ഷെ അവരത് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളത് കേട്ട് അതിന് എന്തുകൊണ്ട് അവരതിലൂടെ കടന്നു പോയി, അത് എന്തുകൊണ്ട് എന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അതിനുള്ള ഉത്തരമാണ് നമ്മളവിടെ കൊടുക്കുന്നത്. ആ കൊടുക്കുന്ന സമയത്ത് ഇതൊരു കൺസോളിംഗ് ആയിട്ടുള്ള ഒരു വിജ്ഞാന ശാഖയായിട്ടാണ് ഞാനത് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഡിക്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ അത് അവർക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസും ഫാൾസ് ഹോപ്പുകളും അല്ലേ കൊടുക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. പ്രഡിക്ഷൻസ് നമുക്ക് അവർ ആവശ്യപ്പെട്ടാൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഞാൻ കൃത്യമായിട്ട് അത് പറയും, ഇതാണ് ഈ സമയമാണ് നിങ്ങൾക്ക് എന്നുള്ളത്. പിന്നെ ഇന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്തോളൂ എന്നൊന്നും പറഞ്ഞ് ഞാൻ ഒരിക്കലും അഡ്വൈസും റെക്കമെൻഡേഷൻസും കൊടുക്കാറില്ല. ഇനി ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുകയാണ്, ഇനി കേസ് തെളിയിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോലീസുകാർ ആരെങ്കിലും സമീപിക്കാറുണ്ടോ? ഒന്ന് രണ്ട് ഇൻസ്റ്റൻസുകൾ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഓർമ്മയിൽ. അത് തീർച്ചയായിട്ടും അത് പോലീസല്ല, ഞാൻ ആ ഡിപ്പാർട്ട്മെൻറ്റിനെ ഞാൻ എന്താ പറയുക അത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് ഇവിടെ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. പക്ഷെ അവർക്ക് എന്നെ നേരത്തെ പരിചയമുള്ളത് കൊണ്ട് അവർ എന്താ പറയുക അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വിളിച്ചിട്ടുണ്ട്. അവർക്ക് 2-3 പ്രതികളെ സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ പേഴ്സണാലിറ്റികൾ ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് ഞാൻ ഒരു അനാലിസിസ് നടത്തി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു പ്രത്യേക ദിവസം ജനിച്ച ആൾ അദ്ദേഹത്തിന് ദേഷ്യം വരുമ്പോൾ ഏത് റേഞ്ചിൽ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് അറിയാൻ കഴിയും. അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഒന്ന് വളരെ സഡൻ ആൻഡ് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ആളുകൾ, ഒന്ന് 4 ബോൺ പീപ്പിളാണ്. ഓക്കെ, അതുപോലെ തന്നെ 8 ബോൺ ആയിട്ടുള്ള ആളുകളും നമ്മൾ അവരുടെ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളത് അറിയില്ല. അപ്പം അതൊക്കെ വെച്ചിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഇത് 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. സാധാരണ നമ്മൾ ജ്യോത്സ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് സമയം മോശമാണെന്ന് അറിയാമായിരുന്നെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ. സ്വന്തം ലൈഫിൽ ന്യൂറോളജി പ്രയോഗിക്കാറുണ്ടോ? തീർച്ചയായിട്ടും. എൻ്റെ യാത്രകൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, അതുപോലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഇവൻറ്റ്സിനുള്ള ഒരു ഡേറ്റ് പിക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നത്തെ ഡേറ്റ് കണക്കൂട്ടിയാണോ വന്നത്? മെയ് 6 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? തീർച്ചയായിട്ടും. അങ്ങനെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ സ്പെസിഫിക് അല്ലേ. എൻ്റെ ലൈഫിൽ 6 എന്ന് പറഞ്ഞ നമ്പറിന് സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ 6 എന്ന ആ നമ്പറിനെ ആ ഒരു ഡേറ്റിൽ തന്നെ അപ്രോച്ച് ചെയ്തത്. പിന്നീട് അതിനെ സംബന്ധിച്ച് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്, ഞാൻ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നതൊക്കെ തീർച്ചയായിട്ടും എനിക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അറിയാമെങ്കിൽ ഞാൻ അതൊന്നും കൂടെ പരിശോധിച്ചിട്ടാണ് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യാറ്. എൻ്റെ ബിസിനസ് ആയാലും അതുപോലെ ഈവൻ ഒരു ക്ലയൻറ്റ് അപ്രോച്ച് ചെയ്താൽ പോലും അതെന്ന് പറഞ്ഞിട്ട് ഓക്കെ അദ്ദേഹത്തിൻ്റെ അതെല്ലാം പരിശോധിച്ചിട്ടാണ് നമ്മൾ പിന്നീട് ഒരു ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനിലേക്ക് പോകുന്നത്. അപ്പൊ ആര് വന്ന് പരിചയപ്പെട്ടാൽ ആദ്യം നിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് താടാന്ന് പറയോ? ഇപ്പം നമുക്ക് അത് താടാന്ന് പറയേണ്ട കാര്യമില്ല, പലതും ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എല്ലാവരോടും നമ്മളൊരു അപ്രോച്ച് ചെയ്യും. ചിലവർക്ക് അവർ തന്നെ പറയും ഇനി ഇതാണ്, അപ്പോൾ അവർക്ക് പലവിധമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ കുറേ കൂടെ ഹൃദയവിശാലതയോടുകൂടെ അപ്രോച്ച് ചെയ്യുമ്പോൾ കുറേ കൂടെ ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കൂടുതൽ പേരിലേക്ക് എത്തട്ടെ, അവർ കൺസൾട്ട് ചെയ്യട്ടെ, അവരുടെ ദുഃഖങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംഘർഷങ്ങളുണ്ടെങ്കിൽ അത് അയവ് വരട്ടെ എന്നുള്ള ഒരു കാരണം ആ ഒരു രീതിയിലാണ് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടതിനെക്കുറിച്ചും വളരെ ആകസ്മികമായി, വളരെ യാദൃച്ഛികമായിട്ടാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് പറയൂ? അത് ഇവിടെ അത്രയ്ക്ക് അങ്ങോട്ട് വിശദീകരിക്കാനായിട്ട് പറ്റില്ല.
പക്ഷെ വളരെ യാദൃച്ഛികമായി ഞാൻ എൻ്റെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ഈ പറയുന്ന ഇതുമായിട്ട് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. ഞാൻ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. മാർക്കറ്റിങ്ങും അഡ്വർടൈസിങ്ങും കണ്ടന്റ് റൈറ്റിങ്ങും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിരുന്ന ആൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു യു ടേൺ പോലെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിലേക്കുള്ള ഒരു ഇൻട്രസ്റ്റ് വരികയും അതിന് ചില ആളുകളൊക്കെ കാരണമായിട്ടുണ്ട്, ചില ഇവൻറ്റുകൾ കാരണമായിട്ടുണ്ട്. അങ്ങനെ നമ്മളെ തന്നെ അന്വേഷിച്ച് ചെല്ലുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, സ്വയം കണ്ടെത്താനുള്ള ഒരു മാർഗദീപമായിട്ട് ഒരു വിഷയം തന്നെ മാറുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞത്. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കിയ സമയത്ത് എന്തുകൊണ്ട് ഞാൻ ഇതിലേക്ക് എത്തിപ്പെട്ടു എന്നൊരു ആൻസർ കൂടെ കിട്ടിയിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അതാണ് അതവര് എന്തുകൊണ്ട് ഇതിലേക്ക് എത്തിപ്പെടുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഇപ്പം നമുക്ക് പലവിധമായിട്ട് പല ന്യൂമറോളജിസ്റ്റുകളുണ്ട്. പക്ഷേ ഒരു നിയോഗം പോലെ അതിലേക്ക് എത്തിപ്പെടുന്ന ആളുകൾ വളരെ ചുരുക്കമാണെന്ന് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നിയോഗം പോലെ എത്തിപ്പെടുകയാണ്. അതിനുശേഷമാണ് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഒബ്സർവേഷനിലൂടെ എൻ്റെ പേഴ്സണൽ സർക്കിളിലുള്ള സുഹൃത്തുക്കളെയൊക്കെ ഒബ്സർവ് ചെയ്ത് ആ ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന വിജ്ഞാന ശാഖയുടെ ഫൗണ്ടേഷൻസ് ഉറപ്പിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ യാത്ര. ഈ ന്യൂമറോളജി എന്ന് പറയുന്നത് സയൻസ് അല്ല, അതൊരു സ്കാം ആണെന്ന് പറയുന്നവരോട് എന്താണ് പറയാനുള്ളത്? അവരോട് എനിക്ക് പറയാനുള്ളത്, അവർ 2 പേരുകളാണ് അവരോട് എനിക്ക് പറയാനുള്ളത്. ഒന്ന് പണ്ഡിറ്റ് സേതുരാമനും ഡോക്ടർ BV രാമൻ. ഇവർ 2 പേരും ആരാണെന്ന് മനസ്സിലാക്കുക. ഡോക്ടർ BV രാമൻ, അതായത് ബാംഗ്ലൂർ വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം 1970കളിൽ ന്യൂയോർക്കിലെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഓഫീസിൽ ചെന്ന് വലിയ സ്കോളേഴ്സിൻ്റെ മധ്യത്തിൽ, ഇൻ്റർനാഷണൽ ഡിപ്ലോമാറ്റ്സിൻ്റെയൊക്കെ മധ്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രഗത്ഭമായിട്ടുള്ളൊരു സ്പീച്ച് തന്നെ ഇതിനെ സംബന്ധിച്ച്, അത് അസ്ട്രോളജിയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ കിടക്കുന്ന ഒരു സബ്ജക്റ്റ് തന്നെയാണ് ന്യൂമറോളജി. അപ്പം അവരോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. 2, നിങ്ങൾ കുറേ കൂടെ തുറന്ന മനസ്സോടുകൂടെ ഈ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുകയും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ എടുത്ത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാൻ നോക്കിയാൽ നിങ്ങൾക്ക് ഇതുവരെ സംഭവിച്ചിട്ടുള്ള പല ഇവൻറ്റുകൾക്കും ഉള്ള ഉത്തരങ്ങൾ എങ്ങനെയാണെന്ന് കിട്ടും. അപ്പം അതൊരു ബ്ലൂ പ്രിൻ്റായിട്ട്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൻ്റെ എക്സ്പീരിയൻസസിൻ്റെ ക്യാരക്ടറിൻ്റെ ഒക്കെ ഒരു ബ്ലൂ പ്രിൻ്റായിട്ട് സെർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അതിനെ സയൻസ് ആണോ, അതൊരു കോസ്മിക് സയൻസ് ആണോ, അതൊരു സ്യൂഡോ സയൻസ് ആണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഒരു ഡിസ്ക്രിപ്ഷനിലേക്ക് ഞാൻ വിട്ടുതരികയാണ്. പക്ഷേ ലൈഫിൽ ഒരു തവണയെങ്കിലും ഒരു ന്യൂമറോളജിസ്റ്റ്, ഒരു ജെന്യുവൻ ന്യൂമറോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് സംഭവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം മാറാൻ തന്നെയാണ് സാധ്യത. കാരണം ഇത് കൂടുതൽ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്തുകൊണ്ട് ഞാൻ ഈ ഡേറ്റിൽ തന്നെ ജനിച്ചു, വേറെ എത്ര ഡേറ്റുകൾ ഉണ്ടായിരുന്നു അല്ലെ. അതൊരു നിയോഗമായതുകൊണ്ടാണല്ലോ നമ്മൾ ആ ഡേറ്റിൽ കൃത്യമായിട്ട് ജനിച്ചിരിക്കുന്നത്. ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ടാണല്ലോ തീർച്ചയായിട്ടും നമ്മളൊരു കൃത്യമായിട്ടുള്ള ഒരു ദിവസം ജനിക്കുന്നത് ഒരു ഡിസൈനിന്റെ ഭാഗമായിട്ടാണ്. ഈ ന്യൂമറോളജിയിൽ ഈ പറയുന്ന പ്രകാരം നമ്പറുകളും രോഗങ്ങളും ഇപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇപ്പോൾ ക്യാൻസറും അങ്ങനത്തെ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. ഇതൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ നമ്പർ വെച്ചിട്ട്, ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട്? ഇത് തീർച്ചയായിട്ടും സാധ്യതകൾ നമുക്ക് പറയാൻ പറ്റും. ക്യാൻസറിനെ കുറിച്ചൊന്നുമല്ല ഞാൻ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 4 ബോൺ പീപ്പിളിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. അവർക്കൊരു മെൻ്റൽ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് അവർ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതിന് കാരണമായിട്ട് സഡൻ ട്രോമാസ് അവരുടെ ലൈഫിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലേക്കോ മെൻ്റൽ ഇൻസ്റ്റബിലിറ്റിയിലേക്കോ പോകാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞു. 1. രണ്ടാമത് 3 ബോൺ പീപ്പിൾ, അവർക്ക് BP ആൻഡ് സ്കിൻ പ്രോബ്ലംസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ഇത് രണ്ടുമാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതുപോലെ ഓരോ നമ്പേഴ്സിലും നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ നമുക്ക് പറയാൻ പറ്റും. 7 ബോൺ ആയിട്ടുള്ള ആളുകൾ, അതായത് 7, 16, 25 തുടങ്ങിയ തീയതികളിൽ ജനിച്ച ആളുകൾക്കുള്ള ഒരു പ്രോബ്ലം ഞാൻ പറയാം. അവർക്ക് ചിലപ്പം വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ഇൽനെസ് സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതായത് അത് ഡയഗ്നോസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതെന്താണ് ഈ അസുഖം എന്ന് ഡയഗ്നോസ് ചെയ്താലേ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലും ചില സമയത്ത് പറ്റില്ല. പിന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സും അവർക്ക് സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ്
ഇതിനെ സംബന്ധിച്ച് പറയാനുള്ള സൂചനകൾ. പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഓരോ നമ്പേഴ്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഫുഡ് ഏതാണ്, ഭക്ഷണം ഏതാണ്, അവർക്ക് വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, അവർ അസോസിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ബിസിനസ് പാർട്ട്നേഴ്സ്, ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അവർക്ക് അവരുടെ കരിയർ എത്രത്തോളം ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അലൈൻഡ് ആയിട്ടുള്ള കരിയറിൽ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും, അത് ഏതാണ് ആ കരിയർ, ഇതെല്ലാം നമുക്ക് മാപ്പ് ചെയ്ത് പറയാൻ കഴിയും. ഇപ്പോൾ നമ്മളുടെ നാൾ വെച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടാണെങ്കിലും ഓരോ കളേഴ്സിൽ ഇന്ന കളേഴ്സിലെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നാവും എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഈ ന്യൂമറോളജി ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ എന്തെങ്കിലും റെമഡീസ് ഉണ്ടാവുമോ? തീർച്ചയായിട്ടും. നമുക്ക് ഫോർ എക്സാമ്പിൾ ഒരു 2 ബോൺ പേഴ്സണിന് വേണ്ടിയുള്ള റെമഡീസ് ഞാൻ പറയാം. എസ്പെഷ്യലി ഒരു ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ധരിക്കാൻ കഴിയുന്ന മെറ്റൽ എന്ന് പറയുന്നത് സിൽവറാണ്. ഓക്കെ, അവരുടെ റൂളിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്നത് അതിന് മൂൺ എന്നാണ് പറയുന്നത്. നമ്മൾ അതിന് പ്ലാനറ്റായിട്ട് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അല്ലാണ്ട് അപ്പോൾ ചിലവർ പറയും മൂണ് സാറ്റലൈറ്റാണ് എന്നൊന്നും പറഞ്ഞു വരണ്ട. ഇതിൽ നമ്മളതിന് അവരുടെ ഒരു ഗ്രഹാധിപൻ എന്ന് പറയുന്നത് ചന്ദ്രനാണ്. അപ്പം ചന്ദ്രൻ്റെ നിറം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഒരു വെള്ളിക്കിണ്ണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മലയാളത്തിൽ നമ്മളതിനെ പറയുക. അപ്പം സിൽവർ മെറ്റലാണ് അവർ ധരിക്കേണ്ടതെന്നാണ് നമ്മൾ പറയുക. അതൊരു റെമഡിയാണ്. പിന്നെ അവർ നൈറ്റ് മൂൺ ഗെയ്സ് ചെയ്യുക, ചന്ദ്രനെ നോക്കി നിൽക്കുന്ന സമയത്ത് അവരുടെ എന്താ പറയുക, അവർ കുറേ കൂടെ അവർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാംനെസ് കിട്ടും. അപ്പം ഇത് രണ്ടും അവർക്ക് റെമഡി ആയിട്ട്, ഒരു മൂൺ ഗെയ്സും സിൽവർ മെറ്റൽ ധരിക്കുന്നതും അവർക്ക് ഒരു റെമഡി ആയിട്ട് പറയാറുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഒബ്സർവ് ചെയ്താൽ ഈ ചന്ദ്രൻ്റെ ഒരു വാക്സിങ് ആൻഡ് വെയിനിങ് ഓഫ് മൂൺ എന്ന് നമ്മൾ പറയില്ലേ, അതായത് ചന്ദ്രൻ പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നു, പിന്നീട് വീണ്ടും ഡിസിൻറ്റഗ്രേറ്റ് ആയിട്ട് അത് അമാവാസിയിലേക്ക് എത്തുന്നു, ചന്ദ്രൻ ഇല്ലാതാവുന്ന ഒരവസ്ഥ. അപ്പം ഇത് ചന്ദ്രൻ പ്രകാശം കൂടി വരും തോറും ഇവർക്കും പ്രകാശം കൂടി വരും. അവർ കുറേ കൂടെ പ്രസന്നവതൻ്റായിരിക്കും. പക്ഷേ അമാവാസിയോട് അടുക്കുന്ന ദിവസങ്ങളിൽ അവരുടെ മൂഡ് സ്വിങ്സ് കൂടുതലായിട്ട് വരും. 2 ബോൺ പീപ്പിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ അതിനാണ് നമ്മൾ ഈ റെമഡി പറയുന്നത്. ഒരു സിൽവർ മെറ്റൽ, സിൽവർ റിങ്ങോ അല്ലെങ്കിൽ ഒരു സിൽവർ ചെയിനോ അവർക്ക് ധരിക്കാവുന്നതാണ്. അതേസമയം അതൊന്നും കഴിഞ്ഞിട്ട് അതേപോലെ വാട്ടർ ബോഡിയുടെ അടുത്ത് അവർക്ക് പോയി, അവർ ചിലപ്പോൾ സംഘർഷഭരിതമായിട്ടുള്ളൊരു ദിവസമാണെന്നിരിക്കട്ടെ, മനസ്സിനൊരു സമാധാനവും കിട്ടുന്നില്ല, അപ്പോൾ അവർ ചെന്നിരിക്കേണ്ടത് ഒരു വാട്ടർ ബോഡിയുടെ അടുത്താണ്. കാരണം ചന്ദ്രനും വെള്ളവും തമ്മിലൊരു ബന്ധമുണ്ട് അതെന്ന് പറഞ്ഞിട്ട്. അപ്പം അവരൊരു വാട്ടർ ബോഡിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് കുറേ കൂടെ കാമാവും. സിൽവർ മെറ്റൽ, വാട്ടർ ബോഡി ആൻഡ് മൂൺ ഗെയ്സ് ആണ് അവർക്ക് പറയുന്ന റെമഡീസ്. ഇത് രണ്ടിന് ഇതുപോലെ നമ്മൾ ഓരോരുത്തർക്കും അവർക്ക് അലൈൻഡ് ആയിട്ടുള്ള കളേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് സിൽവർ ആണ്. അപ്പോൾ അവരിപ്പോൾ ഒരു ഫീമെയിൽസ് ആവുന്ന സമയത്ത് ഒരു വൈറ്റ് ചുരിദാർ അവർക്ക് ധരിക്കാം. ഒരു ജെൻസ് ആകുമ്പോൾ ഒരു വൈറ്റ് ഷർട്ട് അല്ലെങ്കിൽ സിൽവർ കളറിലുള്ള ഷർട്ട് ധരിക്കുന്നത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ആ കളറുള്ള ഷർട്ട് ധരിച്ച് പോയാൽ അവർക്ക് കുറേ കൂടെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും.